ആൾക്കൂട്ടാക്രമണക്കൊലയിൽ പട്ടികജാതിവർഗ പീഡന കുറ്റത്തിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചുമത്തും. കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ. അയാൾക്കാണ് അസോൾട്ട് സംഭവിച്ചിരിക്കുന്നത്. ലേറ്റർ ഓൺ ആ ദിവസം അയാൾ ഇത് എക്സ്പയർഡായി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട്. സോ അതിൽ പിന്നെ വാളയാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒരു മർഡറിൻ്റെ സെക്ഷൻ വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 5 പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് ബന്ധപ്പെട്ട സെക്ഷൻസ് കൂടി അട്രാക്ട് ലീഗലി സൂട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നോക്കുമ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ട് തോന്നില്ല. പക്ഷേ ഇയാൾ നമുക്കാണ് മനസ്സിലാകുന്നത് അയാൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടിട്ട് ഒരു സംശയത്തിലാണ് ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ആണ് ഉള്ളത്. ഫർദർ നമുക്ക് കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് വിറ്റ്നസ്സുകളുടെ മൊഴി എടുത്തിട്ട് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പ്രതികൾക്ക് ആൻറ്റിസിഡൻസ് കുറേ പഴയ കേസുകളുണ്ട്. പല ആളുകളും അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം ഇപ്പോൾ 2-3 കാര്യമായിട്ട് ദിവസം മാത്രമായിട്ടുള്ളൂ. ഫർദർ അന്വേഷിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. കൂടുതൽ പേർ സംഭവത്തിലുണ്ടെന്ന് സംശയിക്കുന്നതായി SP പറഞ്ഞു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. FIR പുതുക്കും. പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നതും പരിശോധിക്കും. പിടിയിലായവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കും. വീഡിയോയിൽ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പരിശോധിക്കും. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണം വളരെ എഫക്റ്റീവായിട്ട് തന്നെ നടക്കും. അതിൽ യാതൊരു സംശയമില്ല. പോലീസ് ആദ്യം ഘട്ടത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ്ലി ഞങ്ങൾ മർഡറിൻ്റെ സെക്ഷൻ വെച്ചിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഈ കേസ് ഇനിയും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഞങ്ങൾ ലീഗലി മുന്നോട്ട് കൊണ്ടുപോകും. യാതൊരു സംശയമില്ല. വളരെ കോൺഫിഡൻ്റ് ആണ് ഞങ്ങളോട്. UTV ന്യൂസ്, പാലക്കാട്.